ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി NDAയും BJPയും മാറിയിരിക്കുന്നു. ഇവിടെ പിന്നെ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് തികച്ചും നോർമലായൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു തരംഗവുമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു അതിവൈകാരികതയുടെയും അന്തരീക്ഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യും. ആ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാർ പിന്നെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ലല്ലോ. അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പരാജയ ഭീതി മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി തന്നെ ദൈവമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമായി പ്രതിഷ്ഠിക്കുകയാണ്. നോക്കൂ, ഇത് ഇപ്പോൾ ആരംഭിച്ചൊരു പ്രക്രിയയല്ല. നമുക്കറിയാമല്ലോ, 2018 വെങ്കയ്യ നായിഡുവാണ് ആദ്യമായിട്ട് മോദി ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. അന്ന് അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള വാഴ്ത്തുപ്പാട്ടുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. 2020 മേഘാലയ ഗവർണറായിരുന്ന തഥാഗത് റോയ് പറഞ്ഞത് കൃഷ്ണൻ്റെ അവതാരമാണ് നരേന്ദ്രമോദി എന്നാണ്.